ഈ വിഷ് ലിങ്ക് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ DM ലിങ്ക് വരുന്നു. അതെങ്ങനെ ഇക്കണ്ട ആൾക്കാർ ഫുള്ളി ലിങ്ക് 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 കമന്റ് ഫോർ ദ ലിങ്ക്, ഇതെന്ത് സംഭവം? ഇനി ഇതിന് പൈസ കിട്ടൂ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടേക്കുന്നത്. ഹൈ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിന്ന് നമുക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഏൺ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് നേരിടുന്ന സമയത്ത് എനിക്ക് കുറച്ചെങ്കിലും ഉപകാരമായിട്ടുള്ള ഒരു ആപ്പാണ് വിഷ് ലിങ്ക്. അപ്പൊ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അപ്പൊ തുടക്കത്തിൽ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വിഷ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഓക്കെ, ഈ കാണുന്നതാണ് വിഷ് ലിങ്ക്. അപ്പൊ അതുപോലെ തന്നെ ഈ ആപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമുക്ക് എന്തറിയണം? ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അഫിലിയേറ്റഡ് ലിങ്ക് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിഷ് ലിങ്ക് എന്നൊരു ആപ്പിൽ കൂടെയാണ് നമ്മൾ അഫിലിയേറ്റഡ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വിഷ് ലിങ്കിന്റെ അഫിലിയേറ്റഡ് ലിങ്ക്സ് ആണ്. ആ ലിങ്ക്സ് ത്രൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്താൽ, നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുക, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടു നോക്കൂ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും, അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ നിങ്ങളുടെ DM മെസ്സേജ് വരും. ആ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് മെസ്സേജ് ആയിട്ട് വരും. അങ്ങനെ വരുന്നതിൽ ഒരു കാരണം വിഷ് ലിങ്ക് ആണ്. വിഷ് ലിങ്ക് പോലത്തെ ഒരുപാട് അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോംസ് ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് ലിങ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലിങ്ക് ത്രൂ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് തന്നു, ആ ലിങ്ക് ത്രൂ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ കമ്മീഷൻ അനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും നമുക്ക് തരുന്ന കമ്മീഷന്റെ അളവുണ്ട്. 2% ആയിരിക്കും, 3% ആയിരിക്കും, ഈവൻ 10% വരെയൊക്കെ ഉള്ളതുകൊണ്ട് അതിന് മുകളിലുള്ളതും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന ആ ഒരു പെർസെന്റേജ് കണക്കിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ എമൗണ്ടിൽ നിന്ന് ആ ഒരു ചെറിയ പെർസെന്റേജ് നമുക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അതാണ് നമ്മളുടെ വിഷ് ലിങ്കിന്റെ മെയിൻ ഒരു പരിപാടി. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. വിഷ് ലിങ്ക് ത്രൂ നമ്മൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലിങ്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തരുന്നു. എന്റെ ആ ലിങ്കിൽ കൂടെ നിങ്ങൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൽ കൂടെ അതിൽ നിന്ന് എനിക്ക് കമ്മീഷൻ കിട്ടുന്നു. എനിക്ക് കമ്മീഷൻ കിട്ടുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ആ പ്രോഡക്ട്സിന്റെ കമ്മീഷൻ എന്താന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രോഡക്റ്റ് സിറ്റി, ഡോട്ട് മാൾസ്, അവരൊക്കെ തീരുമാനിച്ചേക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. ആ ഒരു കമ്മീഷൻ ആ ഒരു വിലയിൽ റേറ്റ് ഓഫ് ദ പ്രോഡക്റ്റിൽ നിന്ന് ചെറിയൊരു പെർസെന്റേജ് നമുക്ക് കിട്ടും. ഓർഡേഴ്സ് കൂടുതൽ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ അളവും കൂടുക. അപ്പൊ അതാണ് വിഷ് ലിങ്ക് എന്ന് പറയുന്നത്. ആർക്കൊക്കെ വിഷ് ലിങ്ക് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെയും ചെയ്യാൻ പറ്റും, ഫേസ് കാണിച്ചും ചെയ്യാൻ പറ്റും. ഫേസ്ലെസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവര് ഡ്രസ്സിന്റെ റിവ്യൂ ചെയ്യും, പക്ഷെ ആളുടെ ഫേസ് റിവീൽ ചെയ്യാതെ ഡ്രസ്സ് മാത്രം കാണിക്കും. നല്ല എസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഡെക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് കമന്റ് ചെയ്യുന്നു, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് അവിടെ എത്തുന്നു. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് എന്ന് പറഞ്ഞ പോലെ സെയിം പ്രോസസ്സ് ഇതുപോലെ ലിങ്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം യൂട്യൂബിലൊന്നും ഈ സാധനം കണക്ട് ചെയ്ത ഓട്ടോമാറ്റിക് DM വർക്ക് ആവത്തില്ല. അപ്പൊ കൂടുതലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസും കൂടെ ഉണ്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ് ലിങ്ക് എന്ന് പറയുന്ന ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇപ്പൊ പ്ലേ സ്റ്റോർ ആണെങ്കിലും ഇപ്പൊ ആപ്പ് സ്റ്റോർ ആണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇതുപോലൊരു വിഷ് ലിങ്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിലും സെയിം ആയിട്ടാണ് കാണുന്നത്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിഷ് ലിങ്കിന്റെ ഒരു ഇന്റർഫേസ് വരും. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനിൽ കണ്ടിന്യൂ വിത്ത് ഇൻസ്റ്റഗ്രാം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് DM ഒക്കെ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ കുറച്ച് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ മോഡൽസ് കാണിച്ചു തരും. അതുപോലെ നമ്മൾ ലോഗിൻ ചെയ്യുക. അവസാനം നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സംഭവമൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് പിന്നെ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിഷ് ലിങ്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻഗേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിലാണ് ഈ ഓട്ടോ DM ഫുള്ള് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡ് ആണ്. ഇനി സെറ്റിംഗ്സിൽ പോയിട്ട് ഇതുപോലെ ഈ കീവേഡ്സ് കണ്ടോ, ഇതിൽ കുറെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ കീവേഡ്സിൽ ആവശ്യമുള്ളത്
നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എന്ത് കമന്റ് ചെയ്യാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കുറെ കീവേഡ്സ് കൊടുത്തേക്കുന്നത്. കൂടുതൽ ആൾക്കാരും ലിങ്ക് ആയിരിക്കും ചോദിക്കുന്നത്. ചിലവർ പ്രോഡക്റ്റ് നടിക്കും, ചിലവർ ഓർഡർ നടിക്കും, ചിലപ്പോൾ മേ ബി വിഷ് ലിങ്ക് എന്നോ പ്രൈസ് എന്നോ PP എന്നോ അങ്ങനെയൊക്കെ വരാം. അസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് കീവേഡ്സ് വിഷ് ലിങ്ക് തന്നെ തരുന്നുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിപ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലിങ്ക് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വരും അല്ലേ, ചെക്ക് യുവർ DM എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വരും. അപ്പൊ ഇവിടെ ഓൾറെഡി കസ്റ്റം ചെയ്ത് ഒരു 3 എണ്ണം നമുക്ക് വിഷ് ലിങ്ക് തന്നെ തന്നിട്ടുണ്ട്. പ്ലീസ് ചെക്ക് യുവർ മെസ്സേജ്, പ്ലീസ് ചെക്ക് യുവർ ഇൻബോക്സ് ആൻഡ് പ്ലീസ് ചെക്ക് DM. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങളുടെ റിപ്ലൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആഡ് ന്യൂ റിപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ റീ എൻഗേജ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ലിങ്ക് ചോദിച്ചു, ആ ലിങ്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഇത് നോക്കിയിട്ട് അങ്ങ് പോയി. ചിലപ്പോൾ അയാൾ മേ ബി മറന്നു പോകും. ഫ്യൂ അവേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ കമന്റ് ചെയ്ത ആളെ ഓർമ്മിപ്പിക്കും, ഈ ഒരു സാധനം പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് ഒന്നുകൂടെ അയാൾക്ക് അയച്ചു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അയാൾ മറന്നു പോവോ അല്ലെങ്കിൽ അയാൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നോക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവർ പിന്നെ ഓർഡർ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് റീ എൻഗേജ് ഫോളോവേഴ്സ് എപ്പോഴും ഓൺ ആക്കി കൊടുക്കുക. അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ ഹൗ യു ഷെയർ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനൂടെ താഴെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ ഫസ്റ്റത്തെ ഓപ്ഷനാണ്. കാരണം നമ്മൾ ഒരാൾക്ക് ലിങ്ക് എന്ന് കമന്റ് ഇടുമ്പം അയാൾക്ക് നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യുമ്പം നമ്മുടെ ആ DM-ൽ എങ്ങനെ ആ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് 1 എന്നാണോ പ്രോഡക്റ്റ് 2 എന്നാണോ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് 2 പ്രോഡക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണോ. എപ്പോഴും എനിക്ക് ഒരു നന്നായിട്ട് തോന്നിയേക്കുന്നത് ആ പ്രോഡക്റ്റ് 1 പ്രോഡക്റ്റ് 2 എന്നുള്ള ഫസ്റ്റത്തെ ആ ഒരു പോയിന്റ്. കാരണം അതിൽ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ലിങ്ക് ആണ് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ഒരു മെസ്സി ആക്കാതെ കാണുന്നവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കൊടുത്താൽ മതി. ഈ നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു കമന്റ് സംഭവങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ കമന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരുടെ DM-ലേക്ക് ഡയറക്റ്റ് ഈ സാധനം പോകുന്നുള്ളത്. ഓൾറെഡി ഇൻസ്റ്റാഗ്രാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് വിഷ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം കാണാം അല്ലേ. അപ്പൊ എന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാമിന്റെ ഓപ്ഷൻ എടുത്ത് അവിടുത്തെ പോസ്റ്റും സ്റ്റോറീസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ആ ഒരു ഡോട്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേളിലൊരു ടൈറ്റിൽ കൊടുക്കുക സ്യൂട്ടബിൾ ആയിട്ടുള്ള. എന്നിട്ട് ആഡ് ലിങ്ക് കൊടുക്കുക. എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതിനകത്ത് ഇത്ര ഓപ്ഷൻസ് ഒക്കെ വരും. അതിൽ നിങ്ങൾക്ക് എത്ര ലിങ്ക് വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. ആഡ് അനദർ ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് ഒരു ബോക്സ് വരും. ആ കോളത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സെക്കൻഡിലേക്ക് ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും. കണ്ടോ, നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഇതുപോലെ പ്രോഡക്റ്റിന്റെ ലിങ്ക് പബ്ലിഷ് ആവും. ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് ഫോളോവേഴ്സിനെ കാണിക്കണ്ടെന്ന് വിചാരിക്കും. അതിന്റെ സൈഡിൽ ഒരു ഐ ബട്ടൺ കണ്ടോ, ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലിങ്ക് നിങ്ങളുടെ ഫോളോവേഴ്സ് ഓർ ആ വീഡിയോയുടെ കമന്റ് DM-ൽ ലിങ്ക് കിട്ടിയാക്കുന്ന ആൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കുറേ വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡഡ് കൊളാബ്സ് കിട്ടാൻ തുടങ്ങും. അതിൽ ബ്രാൻഡ് കൊളാബ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഊബർ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് എന്തോ ഒരു സാധനം വന്നിട്ട് തന്നെ എക്സ്പയർ ആയിപ്പോയി. അത് ഒരു പെയ്ഡ് ആണ്. നിങ്ങൾ സൈഡിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പെയ്ഡും കിട്ടും, നോൺ പെയ്ഡും കിട്ടും. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. കണ്ടില്ലേ, മേളിൽ ഓൺ ഗോയിങ്, കംപ്ലീറ്റഡ്, റിജക്റ്റഡ്, എക്സ്പയർഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ. അപ്പോൾ അതിൽ തന്നെ ഇൻബോക്സ് ഉണ്ട്. നമുക്ക് വരുന്ന ഭാവിയിൽ വരുന്ന കൊളാബ്സ് ഒക്കെ കണ്ട് അതിലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് പോലെ വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ബ്രാൻഡുമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്ത് റീൽസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇതിന്റെ ഇൻസൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര ഓർഡർ കിട്ടി, ആ ഓർഡറിൽ എത്ര പേയ്മെന്റ് ആണ് എന്നൊക്കെ ഉള്ളത് ഈ ഒരു പ്ലേസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഇൻസൈറ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എത്ര പേര് ലിങ്ക് ക്ലിക്ക് ചെയ്തു, എത്ര പേര് ഓർഡർ പ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ ആവറേജ് ഓർഡർ വാല്യൂ നമുക്ക് കാണാം. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു മാസത്തെ ഇൻസൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടുഡേ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മന്തിലേ കിട്ടും. പിന്നെ ലാസ്റ്റ് 7 ഡേയ്സിലെ ആണോ, ഈ മന്തിലെ ആണോ, അല്ലെങ്കിൽ മൊത്തത്തിലെ ആണോ വേണ്ടെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ പേ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും നമുക്ക് ഈ ഒരു മാസം നമുക്ക് എത്രയാണ് ബ്രാൻഡ് കൺഫേം ആക്കിയിരിക്കുന്ന കമ്മീഷൻ, അല്ലെങ്കിൽ പെൻഡിങ് ഉള്ള കമ്മീഷൻസ് എത്രയാണ്. ഇനി അതുപോലെ തന്നെ ഈ കമ്മീഷൻസ് കിട്ടുമ്പോൾ അതിലെ ടാക്സ് എത്ര രൂപ പോകും, ടാക്സ് കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എത്ര കിട്ടും, അതൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. കൂടുതൽ പേരും ആൻഡ്രോയിഡ് ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൻഡ്രോയിഡ് ഫോണിലെ കാണിച്ചു തരാമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് ഒരു സെക്കൻഡ് ഐക്കൺ കണ്ടോ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കമ്മീഷൻ അനുസരിച്ച്, മീൻസ്
ഓരോ ബ്രാൻഡിനും ഓരോ കമ്മീഷനാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 20% കമ്മീഷൻ മീഷോ പ്രോഡക്റ്റിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20% കമ്മീഷൻ കിട്ടുന്ന മീഷോ പ്രോഡക്റ്റ്സ് അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനി കോപ്പി വിഷ് ലിങ്ക് എന്ന് പറഞ്ഞ സംഭവം വേണമെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോറി പോസ്റ്റ് ചെയ്യാം. സ്റ്റോറിയുടെ ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് വിഷ് ലിങ്കിന്റെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഒരു വിഷ് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്തോരം പൈസ ജനറേറ്റ് ചെയ്യാം, എന്തോരം പൈസ ഏൺ ചെയ്യാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ ഡിപ്പെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ കാറ്റഗറി, ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിൽ കിട്ടുന്ന കമ്മീഷൻ ആയിരിക്കില്ല വേറൊരു പ്രോഡക്റ്റ് കിട്ടുന്ന കമ്മീഷൻ. ചിലപ്പോൾ ഈ ഒരു എ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ ചിലപ്പോൾ 5 ആയിരിക്കും, ചിലപ്പോൾ ബി പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ 10 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ. അതാണ് ഒരു ഫാക്ടർ. അപ്പൊ ബ്രാൻഡ് ഓൾറെഡി ഒരു കമ്മീഷൻ അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ അങ്ങനെ നോക്കി വാങ്ങിക്കും. പിന്നെ നമ്പർ ഓഫ് പർച്ചേസ് ത്രൂ യുവർ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്കിൽ കൂടെ എത്ര പേര് പർച്ചേസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ കമ്മീഷൻ കൂടും. ഇപ്പൊ ഈവൻ ഒരു പ്രോഡക്റ്റിന് 5% കമ്മീഷൻ എന്ന് വിചാരിക്കും. ആ 5% എന്നുള്ളതിന് 50 ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് ആവൂലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര ഓർഡേഴ്സ് കിട്ടുന്നോ അത്രയും കമ്മീഷൻ കൂടും. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുക എന്നുള്ളൊരു ടാസ്കും കൂടെ നിങ്ങൾക്കുണ്ട്. ആ വീഡിയോ അവർക്ക് കാണാൻ തോന്നണം, അത് ത്രൂ ഔട്ട് കാണാൻ തോന്നണം, ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ഓഡിയൻസ് ഏതാണോ, നിങ്ങൾ ഏത് കോണ്ടന്റാണ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ഈവൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ആവാം, ഹൗസ് വൈഫ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാവാം, അങ്ങനെ നിങ്ങളുടെ കാറ്റഗറി ഇപ്പം വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങൾ, അങ്ങനെയല്ല. അപ്പോൾ ഓരോ ബ്രാൻഡ് നിങ്ങൾക്ക് എത്ര കമ്മീഷൻ തരുന്നോ, നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഉദ്ദേശം എന്താ, നിങ്ങൾക്ക് കുറെ പൈസ കിട്ടണം എന്നാ. അപ്പോൾ കമ്മീഷൻ കൂടുതലുള്ളതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ കൂടെ ചെയ്യും, ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോസ് കണ്ടിരിക്കാൻ തോന്നണം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോ അടിപൊളിയാണ്, ആ വീഡിയോയുടെ ഉള്ളിലുള്ള നിങ്ങൾ ചെയ്യുന്ന ആ പ്രോഡക്റ്റ് അടിപൊളി റിസൾട്ട് തരുന്നൊരു സാധനമാണ്. പക്ഷെ തുടക്കത്തിലെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനൊരു തോന്നൽ വരുവാണെങ്കിൽ ആ വീഡിയോ എത്ര അടിപൊളിയാണെങ്കിലും ആൾക്കാർ കമന്റ് ചെയ്യില്ല. നമ്മുടെ വീഡിയോ ആൾക്കാർ എന്തോരം കണ്ടുകൊണ്ടിരിക്കുന്നോ അതാണ്, ആ എൻഗേജ്മെന്റ് റേറ്റ് ആണ് പിന്നെ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാനുള്ള ഒരു സോഴ്സ്. അപ്പൊ കൂടുതൽ എൻഗേജിങ് ആക്കിപ്പിക്കാൻ നിങ്ങൾ നോക്കുക. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വിഷ് ലിങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. എന്ന് വെച്ചാൽ ഈ മാസം കിട്ടുന്നതായിരിക്കില്ല അടുത്ത മാസം. ഈ മാസം നമുക്ക് ഓർഡേഴ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കിട്ടുള്ളൂ. മേ ബി അടുത്ത മാസം എനിക്ക് കുറെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കുറെ കമ്മീഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫിക്സഡ് ഇൻകം ആയിരിക്കത്തില്ല. ഇതിന്റെ പേ ഔട്ടിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ പേയ്മെന്റ് കിട്ടുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചു, ആ സാധനം വാങ്ങിച്ച് ആ വാങ്ങിക്കുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അവരത് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ആ കമ്മീഷൻ എന്നുള്ളത് കൺഫേം ആയി. എന്നിട്ട് പിന്നെ ബ്രാൻഡിൽ നിന്നും കൂടെ ഒരു കൺഫർമേഷൻ വരണം. അപ്പോഴാണ് നിങ്ങളുടെ ഈ മാസം നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു സാധനം അടുത്ത മാസം ഇന്ന ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിച്ചു, അയാൾ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം കിട്ടി, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കമ്മീഷൻ അവിടെ ഇല്ല, കമ്മീഷൻ കിട്ടില്ല. ആ ഒരു ടൈം ഗ്യാപ്പ് എടുക്കും നമുക്ക് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ. കാരണം ഇതൊന്നും ഫൈനലൈസ് ആവണ്ടേ. അങ്ങനെയാണ് ഇതിന്റെ പേ ഔട്ട് പ്രോസസ്സ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇതിലെല്ലാം കൂടെ ചേർന്നൊരു കൺഫർമേഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളൊരു കൺഫർമേഷൻ വരും. ഈ ഒരു മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അതിൽ തന്നെ കാണിക്കും ഇന്ന ഡേറ്റിലാണ് നമുക്ക് പേയ്മെന്റ് വരുന്നതെന്ന്. ആ പേയ്മെന്റിൽ നമ്മൾ ഓൾറെഡി ഈ വിഷ് ലിങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് ആ ഒരു ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് ഇപ്പം വിഷ് ലിങ്കിൽ ലിങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായായിരിക്കും. ഇതിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ബ്രാൻഡഡ് കൊളാബ്സ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ചെയ്ത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്, നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ ആയി, കുറേ ആൾക്കാർ നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ലിങ്ക് ഒക്കെ ചോദിക്കുമല്ലോ, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയി നമുക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ബ്രാൻഡഡ് കൊളാബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ഥിരം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആൽ ഗുഡ്നസ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽ ഗുഡ്നസ്, പിന്നെ നല്ല നല്ല വലിയ വലിയ ബ്രാൻഡുകൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോറിയൽ പാരീസ്, പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഇൻഡി വൈൽഡ്, പിന്നെ ക്വെഞ്ച്. ഞാൻ എക്സാമ്പിൾ പറയാണ്. ഒരുപാട് മേക്കപ്പ് ബ്രാൻഡ്സ് നമ്മളുടെ, ഞാനിപ്പോ മേക്കപ്പ് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ മേക്കപ്പും സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനത്തെ വരുന്നത്, അങ്ങനത്തെ ബ്രാൻഡ്സ് വരും. അങ്ങനത്തെ ബ്രാൻഡ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അവർ PDF ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. PDF എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ ആ ഒരു കൊളാബ് കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്, ഇതിൽ പെയ്ഡും വരും ബാർട്ടറും വരും. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു, നമ്മൾ വീഡിയോ ചെയ്യുന്നു, അത് ഒരു കൊടുക്കുക വാങ്ങുക എന്നുള്ളൊരു സംഭവമാണ് ബാർട്ടറിൽ വരുന്നത്. പിന്നെ അതല്ലാതെ
ഫിക്സഡ് പേയ്മെന്റിൽ നമുക്ക് കിട്ടും. അത് തൊട്ട് മേളിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ആ കൊളാബിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത്. പിന്നെ അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് ഞാൻ ആ പറഞ്ഞ ഡോക്യുമെന്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവർ മെൻഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഈ ഹാഷ്ടാഗ് ഒക്കെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് ജെനുവിൻ റിവ്യൂസ് പറയാം, അതുപോലെ തന്നെ ഇന്നതുപോലൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഓപ്റ്റ് ഇൻ ഓപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ ഓപ്റ്റ് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ അഡ്രസ്സ് പോകും. അഡ്രസ്സ് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സാധനം കൈ കിട്ടും. അവർ പറയുന്ന ആ ഒരു ഡേറ്റിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു ഫിക്സഡ് പ്രൈസ്, ഇന്നാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ആ ഒരു പേയ്മെന്റ് കൺഫേം ആവുന്നത്. ഈ സാധനം വരുന്നതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കോളം പോലത്തെ സംഭവം ഉണ്ട്. അതിന്റെ അകത്തേക്ക് നമ്മൾ ഈ ലിങ്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത ലിങ്ക് അതിലിട്ട് കൊടുക്കുമ്പോൾ അവർ കൺഫേംഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കൺഫേംഡ് ആയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല, എല്ലാം സംഭവം സെറ്റായി. പേയ്മെന്റ് നമുക്ക് ഒരു 1-2 മാസം കഴിയുമ്പോൾ കിട്ടും. കാരണം ബ്രാൻഡിൽ നിന്ന് കൺഫർമേഷൻ ഒക്കെ വരുന്നോണ്ടായിരിക്കും. ഒന്നാമത് ഈ കൊളാബ് സാധനങ്ങൾക്കൊക്കെ പേയ്മെന്റ് 1-2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അത് ഒട്ടുമിക്കടത്തും അങ്ങനെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ഒരു കൊളാബ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഔട്ട് കൊടുത്താൽ മതി. ഈ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴാണ് ഈ ബ്രാൻഡ് കൊളാബ് വരുന്നത്. മേ ബി നിങ്ങൾക്ക് നല്ലൊരു ലക്ക് ഉണ്ടെങ്കിൽ മേ ബി ഇതിന്റെ ഇടയ്ക്ക് കിട്ടാം. ചില ബ്രാൻഡ്സിൽ നിന്ന് നല്ലപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, ചില ബ്രാൻഡ്സിൽ നിന്നൊക്കെ നല്ല എമൗണ്ടിൽ നിങ്ങൾക്ക് സാധനം കൊളാബ്സ് വരും. ഇത് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്ത് നല്ല റെസ്പോൺസ് കിട്ടിയാൽ പിന്നെ നമുക്ക് കൊളാബ്സ് കിട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒന്ന് സെറ്റായി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ലിങ്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ കോണ്ടന്റ്സ് പിന്നെയും കാണണം എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ പിന്നെയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും കൂടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ലിങ്കും കൂടും. നിങ്ങളുടെ മേളിൽ ഒരു ഉത്തരവാദിത്തം കൂടെ കൂടുവാണ് നന്നായിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഹോണസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക, ഹോണസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കുറെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, വിഷ് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കുറച്ചധികം നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇതുപോലെ ഞാൻ പല വീഡിയോസിൽ കണ്ട് മനസ്സിലാക്കി വന്ന സാധനമാണ്. എനിക്ക് ചില വീഡിയോസ് ഒന്ന് കാണുമ്പോൾ ആൾക്കാർ പറഞ്ഞ മനസ്സിലാവാറേ ഇല്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒന്ന് അറ്റവും മൂലൊക്കെ പിടിച്ച് ഇങ്ങനെ തുടങ്ങി. പിന്നെ നമ്മൾ അതിൽ കൂടെ എങ്ങനെ എക്സ്പീരിയൻസ് ആവുന്നോ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വക പറഞ്ഞ കാര്യങ്ങളിലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇൻകം എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. മേ ബി നല്ലപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഓരോ മാസം കയറി പോകാൻ പറ്റും. ഒരുപാട് പേര് നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്തൂടെ, ഇഷ്ടം പോലെ ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിടാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറയാം, നല്ലൊരു പ്ലാറ്റ്ഫോം ആണിത്. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന കോണ്ടന്റ്സ് നിങ്ങൾ കൊണ്ടുവരിക, വെറൈറ്റി കോണ്ടന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. മറ്റൊരാൾ കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് അല്ലെ ഒരു 10 പേര് കൊണ്ടുവന്ന പ്രോഡക്റ്റ് അത് ഹൈപ്പായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇറക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിന് ലിങ്ക് ചോദിച്ച ആൾക്കാർ വരും. സംതിങ് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ഒരു ഇത് കിട്ടും. അപ്പൊ വിഷ് ലിങ്കും അതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും തീർന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ തീരാത്ത സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വിഷ് ലിങ്ക് ആപ്പ് ഓപ്പൺ ആക്കുക, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, നാളെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്റ്റാർട്ട് ചെയ്യുക. തുടക്കത്തിലൊന്നും വലിയ റെസ്പോൺസ് കാണത്തില്ല. 50 വീഡിയോ ഇട്ടാലും ചിലപ്പോൾ റെസ്പോൺസ് കാണത്തില്ല, ചിലപ്പോൾ 5 വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ റെസ്പോൺസ് കാണും. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ലക്ക് ഫാക്ടറും അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഹാർഡ് വർക്ക് കളയണ്ട, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആവുക. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞു തന്നെ എന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.